ഒരു ട്രിപ്പ് പോവാണ്. ഗേൾസ് ഓൺലി ട്രിപ്പ് വർക്കല. സായി കൃഷ്ണനും ആരുമില്ല, ഞാനും നമ്മുടെ സ്വന്തം നോറയും നമ്മുടെ സ്വന്തം ലിനു സക്കറിയും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഇവിടുന്ന് ഞങ്ങളിപ്പോ കോഴിക്കോട് നിൽക്കാനേ, കോഴിക്കോട് നേരെ വർക്കലേക്ക്. നമുക്കൊരു ഒരു അന്യഗ്രഹ ജീവിനെ കാണിച്ചു തരാം. നമ്മുടെ ഹലോ ഫീൽഡോട്ടിനൊക്കെ ഒന്നും തരൂലതൊക്കെ. നമ്മള് പാവങ്ങള്. നമ്മളിപ്പോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് വർക്കലേക്ക്, ഗേൾസ് ഓൺലി ട്രിപ്പ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നോറ ലിനു ആണ് ഉള്ളതൊപ്പം. നോറേൻ്റെ ഒരു രൂപം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിട്ട് നല്ല കോമഡി സാധനം ഉണ്ടല്ലോ, ഫുള്ള് കോമഡി സാധനം കേട്ടോ. നോറ അത് ചിരിക്കാൻ കുറേ ഉണ്ട്. എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് ട്രിപ്പിന്റെ വിശേഷങ്ങൾ അറിയാം. ഉണ്ടാക്കാൻ വേണ്ടി വന്ന സായിയും എനിക്കറിയില്ല, അല്ല ഒരു വൈറ്റും ബ്ലൂ ആണ് വരിക. അല്ല അത് നോറ പറഞ്ഞത്. ബി പറഞ്ഞ വന്നേ വരുന്നത്. ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഞങ്ങള് ട്രിപ്പ് കയറാൻ വേണ്ടി വണ്ടി നോറത് എങ്ങോട്ടോ പോടും. അന്ത്യപഥത്തിൽ ആദ്യമായിട്ട് കയറി കുറെ വണ്ടി കയറി പരിചയമുണ്ട്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഞാൻ ആകെ കുറച്ച് പ്രായമായിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം മാത്രം സായിന്റെ അടുത്തേക്ക് പ്രായം മീൻസ് ഞാൻ പണ്ട് ബോംബെയിലായിരുന്നു. ആ സമയത്ത് പണ്ട് ട്രെയിനിൽ ബോംബെയിൽ പോയി വന്നിരുന്നു. അത് കുട്ടി വിവരമില്ലാത്ത സമയത്ത് പ്രായമായ സമയത്ത് ഞാൻ ആകെ പോയത് കഴിഞ്ഞ കൊല്ലം ട്രിവാൻഡ്രത്തിലേക്ക് ഒറ്റയ്ക്ക് പോയി. ഞാൻ എങ്ങനെ പോയത് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് ട്രിവാൻഡ്രം വേണം. അതിനപ്പുറം പോയി പിന്നെ എനിക്കറിയില്ല, കാരണം അവസാനം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എവിടെ പോവില്ലല്ലോ. അപ്പോൾ അവിടെ ഇറങ്ങാതെ വിചാരിച്ചാൽ അവിടെ ഇറങ്ങി. അങ്ങനെ ഞാൻ പോയത്. സായി മറ്റേ ക്രിക്കറ്റിന്റെ ഒരു ടീമിലും ആലപ്പി റിപ്പിൾസിന്റെ ഒരു മെന്ററായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഫുള്ള് മേക്കപ്പ് കൊടുക്കുക, ഫുള്ള് കണ്ണടയിൽ കണ്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ടുഗദർ. നമ്മുടെ ലിനുവിന്റെ സീറ്റ് പുറത്തുണ്ട്, ഒഴിഞ്ഞിറക്കുന്നുണ്ട്. ആലപ്പിന്റെ അവളെ കയറുന്നതായിരിക്കും. നമ്മൾ വീഡിയോ കോൾ വിളിച്ചോട്ടോ. ഞങ്ങള് വീഡിയോ കോൾ വിളിച്ചോളൂ. 9:10 വന്ദേ ഭാരത് നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. നമ്മുടെ നോറ മുസ്കാൻ ഞങ്ങൾക്ക് ഫുള്ള് ഫുഡ് ഓർഡർ ചെയ്തു. നോക്കിയപ്പോ എന്തൊരു എക്സ്ട്രാ ചാർജ് ഒക്കെ ഫുള്ള് ഫുഡിന്റെ ചാർജ്. അവൻ ലിനുവിനൊന്നും കിട്ടില്ല. നമ്മള് ഞങ്ങൾ ചെറുതായിട്ട് വെച്ച കാപ്പി മാത്രം കുടിച്ചുള്ളൂ. ഇപ്പൊ ഈ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കിയുള്ളതും എൻവി നോൺ വെജ്. എൻവി നോൺ വെജ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചോട്ടെ. ഇവിടെ ഫുഡ് മുട്ടക്കറി, ഇതെന്താ വെള്ളപ്പം. ഇവിടെ ആലപ്പുഴയിൽ നിന്ന് കയറ്റാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കതാണ് വന്നിട്ടത്. കയറാൻ അറിയില്ല, അതുകൊണ്ട് ഇന്ന് നോറ പറഞ്ഞിട്ടാണ് കയറ്റാൻ വേണ്ടിട്ട്. മെയിൻ കഥാപാത്രം ലീനു വന്നിട്ട് ലഞ്ച് ബോക്സ് ലഞ്ചെത്തി, ലിനുമേടെത്തി. കഥകൾ വേറെ പറയാം. എങ്ങനെയുണ്ട്? നമ്മള് കൊല്ലത്ത് ഇറങ്ങാൻ പോകും. അത്യാവശ്യം ടൈം നമ്മൾ നിൽക്കേണ്ടി വരും കേട്ടോ. അതിലാണോ വണ്ടിയിലാണോ? അയ്യോ എന്റെ വന്ദേ ഭാരത് പോണേ, ഞങ്ങളെ വന്ദേ ഭാരത് പോണേ. അപ്പൊ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ 2 മണിക്ക് കൊല്ലത്തെത്തി. ഇനി കൊല്ലം ടു വർക്കലയാണ് പ്ലാൻ. ബാക്കിലത് ലിനു നോറൻ്റെ അവിടെ. ഇനി നമ്മൾ വർക്കലേക്ക് ഒരു ഊബർ പിടിച്ചിട്ടോ ഏതെങ്കിലും വണ്ടി പിടിച്ച് പോകും. ട്രെയിൻ കിട്ടുന്നുണ്ട്, പക്ഷേ ട്രെയിൻ ഇനി ഏകദേശം 3 മണിക്കാണ് തോന്നുന്നുണ്ട് അടുത്ത ട്രെയിൻ പോവുകയാണ് ഈ കൊല്ലത്തേക്ക്. അപ്പോൾ എന്തായാലും പോട്ടെ. അതെ അതെ, ഇന്നത്തേക്കാണ്. മനസ്സിലാവോ? നന്നായി ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇനി ഒരു
ഗേറ്റ് വേ വർക്കലയിലാണ് എത്തിയിട്ടുള്ളത്. ഇതാണ് വ്യൂ എൻട്രൻസ്. എന്റെ ആരെടുക്കും നീ പോയിട്ട് എടുക്കട്ടാ. തള്ളക്ക നല്ല വീഡിയോ കിട്ടി. അതെ അല്ല നമ്മളൊക്കെ ബാക്കും ഒരു കയ്യും. ഓക്കെ. അയ്യോ അപ്പൊ നമ്മൾ താജ് വരുന്നത് ഗേറ്റ് വേ, സോറി താജിന്റെ ഗേറ്റ് വരെ എത്തിയിട്ട് നമ്മുടെ നോറ മസ്കാനൊക്കെ ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? അല്ല കേറിയപ്പോ നല്ല റിച്ച് ലുക്ക് ചെയ്ത് കൂതർ ലുക്ക് അതല്ലേ പറഞ്ഞു. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സാധാ പോലെ വന്നാൽ മതി. പിന്നെ നമ്മള് ആകെ ഒരു അരമണിക്കൂർ മാക്സിമം ഉണ്ടാവില്ലേ ട്രെയിനില്. ഇനും പാവം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കേറിയതും ഫുഡ് കഴിക്കലൊക്കെ ഒപ്പായി ഒന്നും കാണാൻ പറ്റില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരമായി. അപ്പൊ നമ്മള് താജിന്റെ ഭംഗിനെ ആസ്വദിക്കാൻ പോട്ടെ. വെള്ളിയാഴ്ച 29th. ചന്ദനം എന്റെ ചന്ദനം പോയോ? ഇതാ ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട്. ഇവരെ ബാക്കിന്റെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല. അതിന്റെ കണ്ണാടി ഇരിപ്പുണ്ട്. കണ്ണാടിയിലുണ്ടോ? കണ്ണാടിയിൽ ഫുള്ള് മേക്കപ്പ് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യാം. മണ്ടയ്ക്ക് അപ്പോ നമ്മളിവിടെ ബാൽക്കണിയും ലീനു തുറന്നിട്ടുണ്ട്. അടിപൊളിയില്ലേ? സൂപ്പർ. മറ്റേ സായി പറഞ്ഞ പോലെ കുറച്ച് കാശ് കൊടുത്താൽ നമ്മൾ നല്ല അടിപൊളി സ്റ്റൈലുള്ള റൂമിലല്ലേ എത്തിയത്, അല്ലേ ലീനു? പൈസ പോയി പണം വരട്ടെ അല്ലേ? 10,000 കുറച്ച് ആൾക്കാരുടെ കുളികൾ കാണും. ലീനു നോറ റെഡി ആയിരിക്കാണ്. അവിടെ കുറച്ച് വിദേശികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യണം. ഞങ്ങൾക്ക് കുളിക്കണം. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോവാണ്. അടിപൊളി റിസോർട്ട്. കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട് അകത്തും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നല്ല റൂം കേട്ടോ, അടിപൊളി റൂം. നമ്മുടെ താജിൻ്റെ ആണ്. ഒരു ഗേറ്റ് വേ അല്ല, താജിൻ്റെ ഗേറ്റ് വേ ഹോട്ടൽ. അപ്പം നമ്മുടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ് വേ റിസോർട്ട് വർക്കല. ഗേറ്റ് വേ വർക്കല. നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. കൊഴുക്കട്ട, പക്കവട, ഉള്ളിവട. സ്നേഹിച്ചൊക്കെ കൊഴുക്കട്ട ഇഷ്ടം. കൊഴുക്കട്ട ഇതിന് കൊഴുക്കട്ട എടുക്കുന്നുണ്ട്. പിന്നെ ഞാന് ഉള്ളിവട കേട്ടോ. ടേസ്റ്റ് എന്താണെന്ന് അറിയാലോ. രണ്ട് പിന്നെ എടുക്കാനുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. അതെന്താ അത്? അത് മധുരം. ഇത് ജാം സാൻഡ്വിച്ച്. സാൻഡ്വിച്ചിന് ജാമുണ്ട്. പഴംപൊരി, മേതുവട, മുന്തിരിക്കൊത്ത്. അല്ല തീർന്നില്ലേ? മുന്തിരിക്കൊത്ത് അടിയിൽ. മുന്തിരിക്കൊത്തോ? ഏത്? അത് സുഖിയനല്ലേ? അല്ല, മുന്തിരിക്കൊത്ത് നേരിയുണ്ട്. സുഖിയെന്ന് ഞങ്ങൾക്ക് എന്നാന്നറിയത്തില്ല. ചെറുപയറാണ് മുന്തിരിക്കൊത്ത് പറഞ്ഞാൽ മുന്തിരി വരെ. എനിക്കറിഞ്ഞൂടാ. ഞാനും കേട്ടിട്ടില്ല. തുറന്നു നോക്കുമ്പോ പറയും മുന്തിരിയാണോ. ട്രൈ ചെയ്യാം.
ലീലു കൊടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നേരെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇതോടെ ആരോ ഇവിടെ കിടന്ന് ഊഞ്ഞാലിനടന്നു. അപ്പോൾ നമ്മുടെ താജ് റിസോർട്ടിൻ്റെ അകത്തെ കുറച്ച് വ്യൂസാണിത്. ഓ, ഇതിൻ്റെ മുകളിൽ കഥകളിയൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ താജ് റിസോർട്ട്, ഗേറ്റ് വേ റിസോർട്ട് ചുറ്റാൻ പോവാണ്, കറങ്ങാൻ പോവാണ്. യെസ്, ഗേൾസ് ഓൺലി ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പോണ് റിസോർട്ട്. സോറി, ഞാനൊരു വ്ളോഗറല്ല. നോറയാണ് എക്സ്പേർട്ട്. എസ്തെറ്റിക് സാധനങ്ങൾ ഇറക്കാനും ബൊഹീമിയൻസ് ഇറക്കാനും നോറ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ആളുള്ളൂ. നോറന്റെ റീൽസ് ചടപടാ വരുന്നതായിരിക്കും. വന്ന വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതവിടെ കുഞ്ഞു ചോലൊക്കെ കാണാം. ഇതാ പാവം, വേസ്റ്റ് വെള്ളം നല്ലത്. അതെ, അത് നാച്ചുറൽ വാട്ടർഫ്ലോ ആണ്. ഒന്നും അറിയില്ലേ ഈ അങ്ങനെ ഇവിടെ ഒന്നുമില്ലാന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ലീനു ഇവിടെ ഒരു സാധനം കണ്ടുപിടിച്ചത്. പബ്ലിക് പാത്വേ ടു ദ ബീച്ച്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ നോറാണ് അവിടുന്ന് വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞത്. ഇതേ ഇവിടുന്ന് സാധനം ഇറങ്ങി വരുന്നുണ്ട്, നീർച്ചോല. അപ്പോൾ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് പൂളെത്തിയിട്ടുണ്ട്, പൂൾ വ്യൂ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്, താജ് ഗേറ്റ് വേ വർക്കല. ഈ വഴിയാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയത്. പക്ഷെ അവിടെ ബീച്ച് അങ്ങോട്ട് പോകണം കുറച്ച്, അതുകൊണ്ട് നമ്മളിവിടെ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ കയറി. കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ അടിപൊളിയാവും. നോക്കുമ്പോ ആകാശത്ത് കൂടെ കൊറേ പ്ലെയിൻ ഓണും. അറിയില്ലട്ടോ, ഞങ്ങളങ്ങനെ റൂമൊന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് ബ്രൂസ്റ്റും പിസയും കൂടി ഓർഡർ ചെയ്തു. എല്ലാം നമ്മുടെ നോറ മുസ്കാനും ലിനുവാണ്. ഞാൻ നല്ല സ്മെല്ല് വരുന്നെങ്കിൽ നോക്കിയിരിക്കും, വായന വെള്ളർക്കിയിരിക്കും. തുറന്നു കഴിച്ച് തുറന്നു. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് രാത്രി ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതായിരുന്നു. ഇവിടുത്തെ കാര്യമായിട്ടുള്ള ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാരംസ് ഗെയിം മനോറ നമസ്കാരം ലിനു മറിയ സക്കറിയും ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിനു തെറ്റി. നോറ എന്താ ഭംഗിയല്ലേ രാത്രി കിടക്കാൻ നേരത്ത് കാണാൻ. നാച്ചുറൽ ബ്യൂട്ടി. ആ ബ്ലഷ് മുഖത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇതായി കൊണ്ടിരിക്കുക. എന്താ ഈ സൗന്ദര്യത്തിന് രസം? അങ്ങനെ ഈ സൗന്ദര്യം വെക്കണ്ട. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഡേ 2. നമ്മൾ നേരത്തെ ഒരു 8 മണിക്കായിട്ട് എണീച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ്ട. ഇതാ ഈ ഒരു വ്യൂവിലാണ് നമ്മൾ എണീച്ചത്. അപ്പോൾ നല്ലൊരു സുഖമായിട്ടുള്ളൊരു ഉറക്കം ഉറങ്ങി ഞങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് കിടന്നു. ഒരു രാത്രി ഗെയിമൊക്കെ കളിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഗെയിമൊക്കെ കളിച്ച് എല്ലാത്തിലും തോറ്റു. നോറേൻ്റെ കൂടെ കളിച്ചു. 3 മികത്ത് കളിച്ചു, 3 തോറ്റു. ചെസ് കളിച്ചു, അതിൽ തോറ്റു. ക്യാരംസ് കളിച്ചു, അതിലും തോറ്റു. തോൽക്കാനുള്ള ജീവിതം ഇനിയും എൻ്റെ ബാക്കിയാണ്. പക്ഷെ ഞാൻ ഈ പോണേന്റെ മുന്നേ നോറനെ തോൽപ്പിച്ചിട്ടേ പോവുള്ളൂ. എവിടെയെങ്കിലും ഞാൻ തോൽപ്പിക്കും.
ആ ഇനി ഞാൻ ഫുഡിൽ കഴിച്ചിട്ട് തോൽപ്പിക്കുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ ടാറ്റാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടെ. സ്നേഹം ലിനും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി വളരെ നല്ല കുട്ടിയാണ്, ഞാൻ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഇത് നിങ്ങൾ എന്റെ വ്ളോഗിലേക്ക് കാണാം. ഇത് എന്റെ വ്ളോഗിൽ എക്സ്ക്ലൂസീവ് ആണ്. നോറന്റെ വ്ളോഗിൽ നമുക്ക് പല സാധനങ്ങളും കാണാം. ഞാൻ എടുക്കണ്ട വിചാരിച്ച സാധനങ്ങളൊക്കെ നോറന്റെ ഉണ്ട്. നമ്മുടെ ലിനു സക്കറിയ ഒരുങ്ങിയിട്ടുണ്ട്. ലിനു ഓക്കെ കണ്ടോ നോറ ഫുള്ള് ലുക്ക് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മള് ഗേറ്റ് വേ ഹോട്ടല് ചെക്കൗട്ട് ചെയ്യണം. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകണം. അത് കഴിഞ്ഞാണ് വർക്കല ക്ലിഫിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ താജിന്ന് എല്ലാം പരിപാടികളൊക്കെ എടുത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ നേരെ വർക്കല ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വന്ന സമയത്ത് അതെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ ഏറ്റവും അട്രാക്ഷൻ വേറെ സാധനമുണ്ട്. അതെ അതാണ് രസം. കഥകളി നോറയാണ് നമ്മുടെ കൂടെ ലുക്ക്. നോറ കേട്ടോ, നോറ നമസ്കാരാണ്. നോറയാണ് പൊളി. കണ്ട പോയി അവൾക്ക് താങ്ങാൻ വയ്യ ഈ കൊറേ പൊക്കി പറയല്ലേ. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഒരു വർക്കലയില് നമ്മള് വർക്കല ബീച്ചിലേക്ക് ക്ലിഫ് സൈഡിലേക്ക് പോവാണ്. നോർത്ത് ക്ലിഫിൽ നമുക്ക് റിസോർട്ട് കിട്ടിയിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ നമുക്ക് റിസോർട്ടിനേക്കാളും കൂടുതൽ ഒരു ബീച്ച് വൈബ് അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ പോയി ഡ്രസ്സ് മാറ്റി നമ്മൾ ബീച്ച് വൈബിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനി ഇറങ്ങും അല്ലേ. നൈറ്റ് വൈബാണ് ഫുള്ള്. അത് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ട്. അത് എങ്ങനെ നോക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ ക്യാമറ തിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പോണതിന് മുന്നേ താജ് ഗേറ്റ് വേൻ്റെ ഒരു ഔട്ട്ഡോർ വ്യൂ എടുക്കുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും റിസോർട്ട്.